നമസ്കാരം. സംസ്ഥാനത്തെ തദ്ദേശ പോരാട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രധാന പ്രതിപക്ഷമാണ് നിലവിൽ ബി. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കും എന്ന നിലയിലാണ് ബി ഇപ്പോൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായും അതിന് ഒരു കാരണം അവരുടെ പക്കലുണ്ട്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകളുടെ കണക്കാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ ലഭിച്ച വോട്ടുകളുടെ കണക്ക് പരിശോധിച്ചാൽ ഏതാണ്ട് 70-ലധികം വാർഡുകളിൽ ബി ഒന്നാം സ്ഥാനത്ത് എത്തിയിരുന്നു. അതാണ് ബി ആത്മവിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ആ ആത്മവിശ്വാസത്തിലാണ് ബി തിരുവനന്തപുരം നഗരസഭയിൽ ഇപ്പോൾ നഗരസഭ പിടിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് നെട്ടയം വാർഡിലാണ്. തിരുവനന്തപുരം നഗരസഭയുടെ നെട്ടയം വാർഡിലാണ്. ബി സിറ്റിംഗ് സീറ്റാണ്. 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി നന്ദഭാർഗവ് പിടിച്ചെടുത്ത സീറ്റാണ് ഈ നെട്ടയം. ആ നെട്ടയം സീറ്റിൽ ഇപ്പോൾ വാർഡ് നിലനിർത്താൻ അല്ലെങ്കിൽ തുടർ വികസനം ജനങ്ങളിലേക്ക് എത്തിക്കാനായി ഇപ്പോൾ പാർട്ടി നിയോഗിച്ചിരിക്കുന്നത് RS യമുനയെയാണ്. നമസ്കാരം. എങ്ങനെയാണ് പ്രചരണങ്ങൾ? ഈ സിറ്റിംഗ് വാർഡ് നിലനിർത്തുക എന്ന ദൗത്യമാണ്. എങ്ങനെ പോകുന്നു? ഇപ്പോൾ ബി സിറ്റിംഗ് വാർഡാണ്. ഇവിടെ വികസന പ്രവർത്തനത്തിന് ഒരു കുറവും വന്നിട്ടില്ല. നമ്മുടെ ഇപ്പോഴത്തെ കൗൺസിലർ നന്ദഭാർഗവ് വളരെ നല്ല രീതിയിൽ ആർക്കും ഒരു നെഗറ്റീവ് പറയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ തുടർന്നും അത് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നഗരസഭയിൽ ഒരു ബി മേയർ, അതാണ് നമ്മുടെ ഒരു ആവശ്യം, നമ്മളൊരു ആഗ്രഹം. നമ്മുടെ നഗരസഭ ഭരിക്കുന്ന ഒരു ബി മേയർ ഉണ്ടായി കഴിഞ്ഞ് മാത്രമേ നമുക്കൊരു വികസിത അനന്തപുരി അതുണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ഓട്ടത്തിലാണ്. പിന്നെ സിറ്റിംഗ് സീറ്റ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ് ഇതുവരെയും കിട്ടിയിട്ടുള്ളത്. ഒരിടത്തും ഒരു നെഗറ്റീവും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ കുറച്ച് വാർഡ് വിഭജനം അതിൻ്റെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടേ ഉള്ളൂ. അതെല്ലാം ഞങ്ങൾ കവർ ചെയ്ത് വരുന്നുണ്ട്. വേറെ വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഈ നിലവിലെ വാർഡിന് മാറ്റമുണ്ട് അല്ലേ? നിലവിലെ വാർഡിന് മാറ്റമുണ്ട്. കാരണം ബി കുറേ നല്ല പോർഷൻസാണ് ഇപ്പം കട്ട് ചെയ്ത് പോയിട്ടുള്ളത്. അതിൻ്റെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞങ്ങളെല്ലാവരും പ്രതീക്ഷയിൽ തന്നെയാണ്. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവരും നല്ല ആക്റ്റീവായി വർക്ക് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, കിട്ടും എന്ന് തന്നെയാണ് വിശ്വാസം. ഈ വോട്ടർമാരുടെ പ്രതികരണം എങ്ങനെയാണ്? വോട്ടർമാരെല്ലാം നല്ല കൂടെ നിൽക്കുന്ന ഒരു രീതി തന്നെയാണ്. കാരണം പറഞ്ഞില്ലേ, വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ വാർഡിൻ്റെ ഒരു വികസനം ആൾക്കാർ കണ്ടു തുടങ്ങിയത് ഈ നന്ദഭാർഗവ് വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് ഒരു 2005 രാജീവ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു കൗൺസിലർ, അദ്ദേഹം അതിപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊരു പ്രാവശ്യം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി, തിരിച്ച് വീണ്ടും നന്ദഭാർഗവ് തിരിച്ചെടുത്തു. പക്ഷേ അതിൻ്റെ തുടർച്ച വേണമെന്നുള്ളൊരാഗ്രഹം ജനങ്ങളിലുണ്ടെന്ന് തന്നെയാണ് വിശ്വാസം. ഇതുവരെയും ഈ ഒരു വികസനം ഇല്ലയെന്നോ വികസനം നടക്കുന്നില്ല എന്നോ ഒരിടത്തു നിന്നും ഒരു റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പോകുന്ന സ്ഥലത്തെല്ലാം നല്ല ഒരു പ്രതികരണമാണുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ശുഭവിശ്വാസത്തിലാണ് പോകുന്നത്. ഈ കന്യാംഗമാണല്ലേ കോർപ്പറേഷനിൽ കന്യാംഗമാണ്. 2005 പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ട്. അന്ന് നിസ്സാര വോട്ടിനാണ് അന്ന് പരാജയപ്പെട്ടത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോഴ് ആ ഒരു രീതിയൊക്കെ മാറിയിട്ടുണ്ട്. ബി രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ജനങ്ങൾ തന്നെയാണ്. മാറ്റം ആവശ്യമാണെന്ന് പ്രായം ഏറ്റവും കൂടിയ ആൾക്കാരാണ് ഇപ്പോൾ പറയുന്നത്. മാറ്റം ആവശ്യമാണ്, അവർ ബി കൂടെ ഉണ്ട്. അത് ഞങ്ങൾക്കൊരു വിശ്വാസമാണ്. പിന്നെ നിലവിലെല്ലാവരും ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. കോർപ്പറേഷൻ ബി ഭരിക്കണമെന്നുള്ള ആഗ്രഹം മിക്കവാറും എല്ലാവർക്കും തന്നെ ഉണ്ട്. അതായത് ഈ കോർപ്പറേഷൻ അതൊരു നിർണായക തിരഞ്ഞെടുപ്പാണ്. കാരണം സംസ്ഥാന നേതൃത്വത്തിന് പോലും നിർണായകമായ ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ സമയത്ത് ബി സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞ ഒരു കാര്യം, 45 ദിവസത്തിനുള്ളിൽ അധികാരം കിട്ടിയാൽ വികസനത്തിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കും. നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തി പ്രഖ്യാപിക്കും. ഇത് വോട്ടർമാരിലേക്ക് എത്തുന്നുണ്ടോ? എത്തുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതികരണം എങ്ങനെയാണ്? അതിപ്പോൾ നരേന്ദ്രമോദി എത്തും എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കോർപ്പറേഷൻ ഭരണം കയ്യിൽ വന്നാൽ എത്തുമെന്ന് പറഞ്ഞാൽ അത് എത്തും. ബ്ലൂ പ്രിൻ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്യും. അത് ജനങ്ങൾക്കറിയാം. പറഞ്ഞതൊന്നും ഇതുവരെയും ചെയ്യാതിരുന്നിട്ടില്ല, പാഴ്വാക്കുകൾ പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് ജനങ്ങൾക്കത് നല്ല രീതിയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ കോർപ്പറേഷൻ ഭരണം ബി ഏറ്റെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതുണ്ടാകും.
ഈ വാർഡിലെ വികസനം അത് ജനങ്ങൾ തൃപ്തരാണ് എങ്കിൽ പോലും നഗരസഭയിൽ പൊതുവേ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കുടിവെള്ളം, അതുപോലെ തന്നെ എന്താണ് തെരുവ് നായ വിഷയം. ഇതിനൊക്കെ വോട്ടർമാർ, ഈ വാർഡിലെ വോട്ടർമാർ എങ്ങനെയാണ് കാണുന്നത്? അത് വോട്ടർമാർ മാത്രമല്ല, സാധാരണ പൊതുജനങ്ങളുടെ എല്ലാം ഒരു പ്രശ്നമാണ്. മാലിന്യ നിർമ്മാർജ്ജനം പ്രശ്നമാണ്. ഏറ്റവും പ്രശ്നം തെരുവുനായ ശല്യമാണ്. അപ്പോൾ ഒരു വീട്ടമ്മമാരൊക്കെ സാധാരണ രീതിയിൽ രാവിലെ ഒന്ന് കുറച്ച് സമയം നടക്കാൻ ഇറങ്ങുന്നത് റോഡ് അതുപോലും പറ്റാത്ത ഒരു സാഹചര്യം. തെരുവുനായ വളരെ വലിയൊരു ഭീഷണിയാണ്. അതിനെന്തായാലും ഒരു ശാശ്വത പരിഹാരം ഉണ്ടായേ പറ്റൂ. അത് ഇതുവരെ ചെയ്യാൻ കോർപ്പറേഷന് സാധിച്ചിട്ടില്ല. ചെയ്തതൊന്നും തൃപ്തികരവുമല്ല. അപ്പോൾ ആ നിലയ്ക്ക് കോർപ്പറേഷൻ ഭരണം മാറി വരണമെന്ന് അങ്ങനെയൊക്കെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. കാരണം ഇതൊരു ഏറ്റവും വലിയ പ്രശ്നമാണ്. എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നം നടന്നാലും ഇതുവരെയും ശാശ്വതമായി അതിനൊരു പരിഹാരമില്ല. തെരുവുനായ ശല്യം ഒരു പ്രശ്നം തന്നെയാണ്. അതിന് സത്യം BJP ഭരണത്തിൽ വന്നാൽ അതിനൊരു ശാശ്വത പരിഹാരമായിരിക്കും ആദ്യം പ്രതീക്ഷിക്കാവുന്നത്. ഈ മറുഭാഗത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കളെ ഇറക്കുന്നു, ശബരിനാഥനെ പോലെയുള്ളവരുടെ നേതൃത്വത്തിൽ മത്സരം കാഴ്ചവെക്കുന്നു. ഇത് BJP ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു കോൺഗ്രസ് ഈ പറഞ്ഞ പോലെ ഇപ്പം മിക്ക സ്ഥലങ്ങളിലും 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന അവർ ശക്തമായൊരു തിരിച്ചുവരവിനൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്നില്ല. അവരുടെ കയ്യിലൊക്കെ ഇരുന്ന ഭരണമാണ് ഇപ്പോൾ മാറി മാറി വന്നത്. അപ്പോൾ മാറി വന്ന ഭരണവും ജനങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ഞങ്ങൾക്ക് ഇതുവരെയും ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഈ കഴിഞ്ഞ 5 വർഷം ശക്തമായ ഒരു പ്രതിപക്ഷ നിരയായിരുന്നു കോർപ്പറേഷൻ. അത് ഇത്തവണത്തെ മത്സരത്തിന് തുണയാകുമോ? കോർപ്പറേഷൻ മേയറുടെ ആ ഒരു സമീപനവും എല്ലാം സാധാരണക്കാരിലും സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിജയ സാധ്യത കൂട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ പഞ്ചായത്തായിരുന്ന ഒരു പ്രദേശമാണ്. മാത്രമല്ല കേന്ദ്ര പദ്ധതികൾ ഇപ്പോഴും നടപ്പിലാക്കുന്നതിൽ നഗരസഭ പിന്നോട്ടാണ്. അപ്പോൾ ഇത് ഇനി വിജയിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ഒരു വലിയ വികസന പ്രവർത്തനം അല്ലേ ഈ വാർഡിലും ഇനി നടത്തേണ്ടത്? തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം ഇപ്പം BJP കൗൺസിലർമാരുടെ ആ വാർഡുകളിലാണ് ശരിക്കും ഒരു വികസന പ്രവർത്തനം എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഓരോ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഒരു ശക്തമായ ഒരു അടിത്തറയോടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മിക്കവാറും കേന്ദ്ര പദ്ധതി ഒന്നും നടപ്പാക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് വരാറുണ്ട്. കാരണം അതിനുള്ള സാങ്ഷൻസ് അത്രയും കിട്ടാറൊന്നുമില്ല. BJP കൗൺസിലർമാർ തന്നെ അടികൂടിയാണ് നിയമസഭയിൽ നിന്ന് വാർഡ് വികസനത്തിനുള്ള ഫണ്ട് സ്വരൂപിക്കുന്നത്. അതിന് ഏറ്റവും ഉദാഹരണമാണ് ഞങ്ങളുടെ നന്ദഭാർഗവ്. വളരെ കഷ്ടപ്പെട്ടാണ് ഒരു റോഡിൻ്റെ ഇതിനായാലും ഫണ്ട് അവർ അനുവദിക്കുന്നത്. ഞങ്ങൾക്ക് അത്രയ്ക്ക് കാര്യമായിട്ടൊന്നും കിട്ടാറില്ല. അപ്പോൾ ആ അവസ്ഥയിൽ BJP കൗൺസിലർമാർ ഇത്രയും പിടികൂടിയെങ്കിലും ഇത്രയും വികസനം നടത്തുന്നുണ്ടെങ്കിൽ ഭരണം BJPക്കായാൽ ഇതിലും കാര്യക്ഷമമായി നടത്താൻ പറ്റും. കേന്ദ്ര പദ്ധതികൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. സുതാര്യമായി നടക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഏറ്റവും ചെറിയ റോഡുകൾ പോലും കോൺക്രീറ്റ് ചെയ്ത് ഈ വാർഡിൽ ഭദ്രമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു നല്ല പ്രതികരണം വോട്ടർമാരിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലേ? പിന്നെ തീർച്ചയായിട്ടും നമ്മളെപ്പോഴും സാധാരണ ജനങ്ങളുടെ ആ ഒരു ഉന്നമനമാണ് മുൻപിൽ കാണുന്നത്. റോഡുകൾ, സ്ട്രീറ്റ് ലൈറ്റ്, ഇതൊക്കെയാണ് സാധാരണ ഒരാളിൻ്റെ ആവശ്യം. ഇപ്പോൾ പണ്ട് ആട് വേണം കോഴി വേണം എന്നൊന്നും പറയുന്ന പോലെ അല്ല. ഇപ്പോൾ സാധാരണ ഒരു വീട്ടിൽ ചെന്നാലും അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് വഴി ശരിയാക്കി തരണം, ലൈറ്റ് വേണം, ഇതൊക്കെയാണ്. അതൊക്കെ മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇതുവരെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇനിയും ബാക്കിയുണ്ട്. ഒരു തുടർ ഭരണം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം ഞങ്ങൾ അതിനായിരിക്കും മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവിധ വിജയാശംസ. ഓക്കെ, താങ്ക് യു.